Canada remains firmly committed to a two-state solution, an independent, viable and sovereign Palestinian state. പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ അംഗീകരിച്ചുകൊണ്ട് കാനഡ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം വേണമെന്നും ഇത് സംബന്ധിച്ച് UN-ൽ ഈ സെപ്റ്റംബർ മാസത്തിൽ നടക്കുന്ന വാർഷിക സമ്മേളനത്തിൽ പ്രഖ്യാപനം നടത്തുമെന്നുമാണ് കനേഡിയൻ പ്രധാനമന്ത്രിയായ മാർക്ക് കാർണി പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ നിലപാടിനെതിരെ ട്രംപ് ശക്തമായിട്ട് പ്രതിരോധിച്ചിട്ടുണ്ട്, അല്ലെ പ്രതിഷേധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കാനഡയ്ക്ക് മേൽ വമ്പൻ തീരുവകൾ ചുമത്തിയായിരിക്കും ഒരുപക്ഷെ അമേരിക്ക തിരിച്ചടി നൽകാൻ പോകുന്നത്. ഇവിടെ ഇപ്പോൾ പാലസ്തീനെ അനുകൂലിച്ചുകൊണ്ട്, അല്ലെ പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം വേണമെന്ന നിലപാടുമായിട്ട് പല രാജ്യങ്ങളും മുന്നോട്ട് വരുന്നു. അങ്ങനെയാണെങ്കിൽ ലോക രാജ്യങ്ങൾ പോലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് ചേരിയായി തിരിയാം. നേരത്തെ ഫ്രാൻസ് ഈ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചാണ്. ഇതിൻ്റെ പ്രധാന കാരണം അമേരിക്കയും ഫ്രാൻസും തമ്മിലുള്ള ഒരു അകൽച്ചയായിരുന്നു. കാരണം കാലങ്ങളായിട്ട് അമേരിക്കയുടെ മേധാവിത്വത്തെ, അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളെയൊക്കെ യൂറോപ്യൻ യൂണിയനിൽ നിന്നുകൊണ്ട് തന്നെ തള്ളുന്ന രാജ്യമാണ് ഫ്രാൻസ്. ഇപ്പോൾ ഇമാനുവൽ മാക്രോൺ പറയുന്നത് ഞങ്ങൾ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിക്കും, അത് പലസ്തീന് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. കാരണം യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ബ്രിട്ടൻ പുറത്തു പോയതിന് ശേഷം ഫ്രാൻസാണ് യൂറോപ്യൻ യൂണിയൻ്റെ ഒരു തലപ്പത്തേക്ക് വന്നത്, അതായത് ലീഡർ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ജർമ്മനിയും ഇറ്റലിയും ഒക്കെ ഉണ്ടെങ്കിൽ പോലും മുന്നിൽ നിൽക്കുന്ന രാജ്യം ഫ്രാൻസാണ്. UN-ൽ സ്ഥിര അംഗത്വമുണ്ട്, അതുപോലെ തന്നെ ആണവ ശക്തിയാണ്, മാത്രവുമല്ല ലോകത്തെ ഒരു പവർഫുൾ കൺട്രി എന്നൊരു ഇമേജുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ലീഡർഷിപ്പിലേക്ക് എത്തിപ്പെടാം. അങ്ങനെയാണ് G7 കൂട്ടായ്മയിൽ തന്നെ പാലസ്തീനെ അംഗീകരിച്ച ആദ്യ രാജ്യമായിട്ട് ഫ്രാൻസ് വരുന്നത്. ഇതിനുശേഷം UK അംഗീകരിച്ചിരുന്നു. അതായത് കെയർ സ്റ്റാമർ പറയുന്നു ഞങ്ങളും ഈ പറയുന്ന പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിക്കുന്നു. അപ്പോൾ നമ്മൾ ആലോചിക്കണം, യൂറോപ്പിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് ഫ്രാൻസും കാനഡയും ഒപ്പം തന്നെ ബ്രിട്ടനുമൊക്കെ വരുന്നു. ഇവർക്കെല്ലാം തന്നെ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റെയും ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയും ഒക്കെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു നീക്കമാണ് ഈ രാജ്യങ്ങൾ നടത്തുന്നതെന്ന് പറയാം. അപ്പം ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേൽ കടന്നു കയറി ആക്രമണം നടത്തിയ ഹമാസ് ഭീകരരെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട്, അന്ന് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളുടെയൊക്കെ മുഖത്തടിക്കുന്ന നിലപാടാണ് ഇപ്പോൾ ഫ്രാൻസ് സ്വീകരിച്ചതെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്ക് റൂബിയോ ആരോപിച്ചിരുന്നു. മാർക്ക് റൂബിയോയുടെ ഈ പ്രസ്താവന വല്ലാതെ അവരെ പിടിച്ചുലക്കുകയും ചെയ്തു. ഇപ്പോൾ കാനഡ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ എന്തുകൊണ്ടാണ് പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയെ അവിടെ നിന്ന് മാറ്റണം. ഇപ്പോൾ അടുത്ത വർഷം, അതായത് 2026 ആദ്യം തന്നെ പലസ്തീൻ അതോറിറ്റിയിലേക്ക് ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. ആ ഇലക്ഷനിൽ ഹമാസിന് യാതൊരുവിധ ഇടപെടലും നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. അവരെ എത്രയും പെട്ടെന്ന് ഗാസയിൽ നിന്നുൾപ്പെടെ പുറത്താക്കണം. അതുകൂടാതെ പാലസ്തീനെ സൈനികവൽക്കരിക്കണം. ഇതാണ് കാനഡയുടെ നിലപാട്. അപ്പം അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്ന കാനഡ അല്ലെങ്കിൽ മാർക്ക് കാർണി ഇത്തരമൊരു നിലപാടെടുക്കുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപിനെ ഞെട്ടിച്ചതാണ്. ഇനി ഫ്രാൻസിൻ്റെ നിലപാടിലേക്ക് പോയാൽ, ഫ്രാൻസ് കാലങ്ങളായിട്ട് അമേരിക്കയുമായിട്ടുള്ള ബന്ധം അത്ര നല്ല രീതിയിലല്ല മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം നാറ്റോയിലും ഉൾപ്പെടെ അമേരിക്ക പറയുന്നത് പോലെ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മറ്റ് രാജ്യങ്ങൾ നിലകൊള്ളണമായിരുന്നു. ഏതാണ്ട് 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം മുതൽ തന്നെ അമേരിക്കയുടെ നിലപാടിതാ. എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളോടും ഒരുപോലെയല്ല അമേരിക്ക നിലപാട് സ്വീകരിക്കുന്നത്. അതായത് അമേരിക്കയ്ക്ക് 5 ഐസ് എന്ന് പറയുന്ന ആ രാജ്യങ്ങളോടാണ്, അതായത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളുണ്ട്. ഇപ്പം അമേരിക്കയെ കൂടാതെ കാനഡ, ബ്രിട്ടൻ, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, ഈ രാജ്യങ്ങളെല്ലാം തമ്മിൽ ഒരു മൾട്ടി ലാറ്ററൽ ഇൻ്റലിജൻസ് ഷെയറിങ് കരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങൾ തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധം കൂടുതലുള്ളത്. അപ്പോൾ അമേരിക്ക പോലും ഫ്രാൻസിനെ ഏതാണ്ട് തള്ളിക്കളയുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു. അപ്പം ഫ്രാൻസ് പറയുകയാണ് ഞങ്ങൾക്കും ഈ യൂറോപ്യൻ യൂണിയൻ്റെ പുറത്തേക്ക് വന്നിട്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് രാജ്യമായിട്ട് നിൽക്കണം, ഞങ്ങളുടേതായ നിലപാടുകൾ ഉറച്ചു പറയാൻ കഴിയണം. അവർ നോക്കുമ്പോൾ റഷ്യ, ചൈന, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഈ നിലപാട് സ്വീകരിക്കുന്നു. നമ്മൾ എന്തിനാണ് അമേരിക്കയെ പേടിച്ച് കഴിയുന്നത്? ഇതാണ് ഇവിടെ എടുക്കുന്ന നിലപാട്. അപ്പോഴാണ് UK തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. കാരണം അവരും പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിക്കുന്നു. അപ്പോൾ കെയർ സ്റ്റാമർ എന്ന് പറയുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ നിലപാട് ഒരു വശത്ത് ഇസ്രായേലിന് ആയുധങ്ങളൊക്കെ നൽകും, മറുവശത്ത് മുസ്ലിം രാജ്യങ്ങളെ അല്ലെ മുസ്ലിം ജനവിഭാഗത്തെ പിന്തുണയ്ക്കുന്ന രീതിയിൽ പാലസ്തീനെ സഹായിക്കും. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ഒരു നിലപാടാണ്. ഇവിടെ കെയർ സ്റ്റാമറുമായിട്ട് കൂടി ആലോചിച്ചതിന് ശേഷമാണ്
ശേഷമാണ് മാർക്ക് കാർണി ഞങ്ങളും പലസ്തീനെ പിന്തുണയ്ക്കുന്നു എന്നുള്ള ഒരു നിലപാട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത്. ഇപ്പം G7 കൂട്ടായ്മയിൽ 3 രാജ്യങ്ങൾ ഇത്തരത്തിലൊരു നിലപാടെടുക്കുമ്പോൾ രാജ്യങ്ങൾ 2 ചേരികളായി തിരിയുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം അറബ് രാജ്യങ്ങൾ പോലും പലസ്തീന് വേണ്ടി ഇപ്പോൾ വാദം ഉന്നയിക്കുന്നില്ല. നമുക്കറിയാം UN-ലുള്ള 193 രാജ്യങ്ങളിൽ 143 രാജ്യങ്ങളും പാലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യമായി നിലകൊള്ളണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ യൂറോപ്യൻ യൂണിയൻ്റെ കാര്യമെടുത്താൽ ആകെയുള്ള 27 രാജ്യങ്ങളിൽ വിരലിലെണ്ണാവുന്ന രാജ്യങ്ങൾ മാത്രമേ പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. മറ്റുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ദ്വിരാഷ്ട്രവാദത്തെ അംഗീകരിക്കുന്നതാണ്. നമുക്കറിയാം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പലസ്തീൻ എന്നും അതുപോലെ തന്നെ ഇസ്രായേൽ എന്നും പറഞ്ഞ് 2 രാജ്യങ്ങൾ വേണം, അങ്ങനെ നിലകൊള്ളട്ടെ എന്ന് തീരുമാനിക്കുന്നതാണ്. ഇവിടെ എന്താ പ്രശ്നം? സൗദി അറേബ്യയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരുപക്ഷെ ഈ പലസ്തീൻ എന്ന് പറയുന്ന വാദത്തിന് കൂടുതൽ ഊന്നൽ നൽകാൻ ബ്രിട്ടൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് കെയർ സ്റ്റാമർ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുകയും അമേരിക്കൻ പിന്തുണയുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ ഡൊണാൾഡ് ട്രംപ് സ്റ്റാമറെ നേരിട്ട് ഫോണിൽ വിളിക്കുന്നു. നിങ്ങൾ പറയുന്നത് തെമ്മാടിത്തരമാണ്, നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്നും പറയണ്ട, നിങ്ങൾ ശരിക്കും ഭീകരവാദികളെ അല്ലെങ്കിൽ തീവ്രവാദികളെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു, അതിൽ എൻ്റെ പേര് പറയരുത്, ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പോൾ ഒരു പക്ഷേ കാനഡയ്ക്ക് മേൽ, ബ്രിട്ടന് മേൽ, ഫ്രാൻസിന് മേലൊക്കെ തന്നെ അമേരിക്ക ഇനി ശക്തമായ തീരുവ ചുമത്താം. അപ്പോൾ ഇത്രയും നാൾ ഇസ്രായേലിൻ്റെ കൂടെ അല്ലെങ്കിൽ അമേരിക്കയുടെ കൂടെയൊക്കെ ഒപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന പല രാജ്യങ്ങളും നിലപാട് മാറ്റിയെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇക്കാര്യം തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. അതായത് ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള ചില നീക്കങ്ങൾ ഫ്രാൻസ് നടത്തുന്നു, അത് ശരിയാണ്. അപ്പോൾ ഫ്രാൻസിന് ഇപ്പോഴുള്ള ഈ പറയുന്ന പലസ്തീൻ സ്നേഹത്തിന് പിന്നിൽ ചില വ്യാപാര താല്പര്യങ്ങളുണ്ട്. കാരണം മുസ്ലിം രാജ്യങ്ങളുമായിട്ടാണ് കൂടുതലായിട്ടും ഫ്രാൻസ് ഇപ്പോൾ വ്യാപാര ബന്ധങ്ങൾ പുലർത്തുന്നത്. അതുകൊണ്ട് അവരെ സഹായിക്കണം. മാത്രമല്ല ദേശീയതയിൽ നിന്നും മാറിക്കൊണ്ട് ഇമാനുവൽ മാക്രോൺ ചില നിലപാടുകൾ സ്വീകരിക്കുന്നു. ഇത് ഇറ്റാലിയൻ പ്രധാനമന്ത്രിയായ ജോർജിയ മെലോനി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. കാരണം ഫ്രാൻസിൻ്റെ നിലപാട് മാറ്റത്തെ തുടർന്ന് ഇമാനുവൽ മാക്രോൺ വീണ്ടും ഇലക്ഷനെ നേരിടാൻ പോകണം. ആ സമയത്ത് ജൂയിഷ് ജനത ഈ മാക്രോണിനെ കൈവിടും. അങ്ങനെ സംഭവിച്ചാൽ മുസ്ലിം ജനങ്ങളുടെ പിന്തുണയിൽ തനിക്ക് വീണ്ടും അധികാരത്തിലേക്ക് എത്താം എന്നാണ് മാക്രോൺ ചിന്തിക്കുന്നത്. ഇവിടെ മറ്റൊരു കാര്യം സംഭവിച്ചത്, ഗസയിൽ ഇസ്രായേൽ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഈ 60 ദിവസത്തെ വെടിനിർത്തലാണ്. ഈ 60 ദിവസത്തെ വെടിനിർത്തൽ കഴിഞ്ഞു കഴിയുമ്പോൾ യമനിലേക്ക് ഹൂത്തികളെയൊക്കെ ആക്രമിക്കാമെന്ന് ഇസ്രായേൽ പദ്ധതിയിട്ടിരുന്നു. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം? ടെല്ലവീവിൽ ഉൾപ്പെടെ ഇസ്രായേൽ ജനത വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. കാരണം പിടിച്ചുകൊണ്ടുപോയ 53 ബന്ദികളിൽ ഇനി 8 പേരോ മറ്റോ ഉള്ളൂ ജീവനോടെ. അവരെ വിട്ടുകിട്ടാനുള്ള നടപടി സ്വീകരിക്കണം. അപ്പോൾ ഹമാസിന് മേൽ സമ്മർദ്ദം ഉയർന്നതോടുകൂടി ഹമാസ് പറഞ്ഞു, ഞങ്ങളെ കൂടുതൽ പ്രഷർ ചെലുത്തുകയാണെങ്കിൽ അവശേഷിക്കുന്ന ബന്ദികളെ പോലും ഞങ്ങൾ കൊലപ്പെടുത്തുമെന്ന് പറയുന്നു. അപ്പോൾ ഇസ്രായേലിന് മേൽ വീണ്ടും ഒരു സംഘർഷത്തിനുള്ള കോപ്പ് കൂട്ടാനുള്ള സാധ്യത ഹമാസ് ഒരുക്കി കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഹമാസിനെ പുറത്താക്കിക്കൊണ്ട് പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം വേണമെന്ന് ഇപ്പോൾ കാനഡ പ്രധാനമന്ത്രിയായ മാർക്ക് കാർണി പറയുന്നത്. ഇപ്പോൾ സ്റ്റാമറും ഈ നിലപാടെടുക്കുന്നു. ഒപ്പം തന്നെ നേരത്തെ ഇമാനുവൽ മാക്രോണും ഈ നിലപാടെടുത്തു. അപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ അമേരിക്കയെ തകർക്കാനായിട്ട് കാനഡയും ഫ്രാൻസും തമ്മിൽ കൈകോർക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. ഇവിടെ ചില രാജ്യങ്ങൾ പറയുന്ന പലസ്തീൻ എന്ന് പറയുന്ന ഏക രാജ്യത്തെ അംഗീകരിക്കണമെന്ന് പറയുന്നു. എന്നാൽ കുറേ അധികം രാജ്യങ്ങൾ പറയുന്നത് ഇരു രാജ്യങ്ങളും നിന്നോട്ടെ, ഒരു രാജ്യത്തിന് മാത്രമായിട്ട് അവിടെ നിലനിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. അപ്പം ബ്രിട്ടൻ ഇസ്രായേലിന് ആയുധം നൽകിയിട്ട് ആ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നു. ഇമാനുവൽ മാക്രോണിൻ്റെ ഫ്രാൻസ് വ്യാപാര ബന്ധത്തിന് വേണ്ടിയിട്ട് ഈ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം വേണം എന്ന് പറയുന്നു. ഈ കാനഡ അമേരിക്കയുമായിട്ടുള്ള ഒരു വിരോധം വെച്ച് പുലർത്തുന്നതുകൊണ്ട് തന്നെ ഈ അടുത്ത സെപ്റ്റംബറിൽ നടക്കുന്ന UN-ൻ്റെ വാർഷിക സമ്മേളനത്തിൽ പലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യമായി മാറണമെന്ന് പ്രഖ്യാപനം നടത്തുമെന്ന് പറയുന്നു. അങ്ങനെ രാജ്യങ്ങൾ 2 ചേരികളിലായിട്ട് പാലസ്തീൻ വിഷയത്തിൽ മാറുന്നു എന്നതിൻ്റെ സൂചനകളാണ് പുറത്തു വരുന്നത്. ഇനി G7-ലെ ഏതൊക്കെ രാജ്യങ്ങൾ പരസ്യമായി പാലസ്തീന് പിന്തുണ പ്രഖ്യാപിക്കുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.